ഗായകനാണ് മധു ബാലകൃഷ്ണൻ. തന്റെ വേറിട്ട ശബ്ദം കൊണ്ട് അദ്ദേഹം മനോഹരമാക്കിയ പാട്ടുകൾ നിരവധിയാണ്. റിയാലിറ്റി ഷോകളിലൂടെ മിനിസ്ക്രീനിലും മധു ബാലകൃഷ്ണൻ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. വളരെ ലാളിത്യത്തോടു കൂടി ജീവിക്കുന്ന താരം കൂടിയാണ് അദ്ദേഹം. 1999 മുതൽ സംഗീത ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന മധു ഇതിനകം നിരവധി സൂപ്പർ ഹിറ്റുകൾ പാടിക്കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ ഹിന്ദി ചിത്രം ആനിമൽ എന്ന സിനിമയിലെ പാട്ട് മലയാളത്തിൽ പാടിയത് മധുവായിരുന്നു. അതേസമയം തന്റെ ജീവിതത്തിൽ നടന്ന ചില രസകരമായ സംഭവങ്ങളെ പറ്റി താരം സംസാരിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലാവുന്നത്. സംഗീത മേഖലയിൽ നിന്നും ഒതുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മധുവിന്റെ മറുപടി ഇങ്ങനെയാണ്: അങ്ങനെ പ്രത്യക്ഷത്തിൽ ഒതുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കത് അറിയില്ല. പരോക്ഷത്തിൽ അങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ എനിക്ക് നേരിട്ട് ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടെന്ന് പലരും പറഞ്ഞു കേട്ടിരുന്നു. പാടാൻ വിളിച്ചിട്ടും പിന്നീട് പല പാട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ഏതൊക്കെ പാട്ടുകളാണെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. ഒരിക്കൽ എയർപോർട്ടിൽ ബോർഡിംഗ് പാസ് എടുത്ത് നിന്നപ്പോൾ ആണ് അറിയുന്നത് ആ അവസരം പോയെന്ന്. അങ്ങനെ തിരിച്ചു വരേണ്ടി വന്ന ആൾ കൂടിയാണ് ഞാനെന്ന് മധു പറയുന്നു. അതേസമയം താൻ സിനിമയിൽ ആദ്യമായി ട്രാക്ക് പാടിയതിനെ കുറിച്ചും പാട്ട് പാടിയിട്ട് പ്രതിഫലം കിട്ടാത്തതിനെ പറ്റിയുമൊക്കെ ഗായകൻ അഭിമുഖത്തിൽ തുറന്നു സംസാരിക്കുകയാണ്. പാടിയ പാട്ടിന് പ്രതിഫലം കിട്ടാതിരുന്ന സംഭവങ്ങൾ എന്റെ ജീവിതത്തിൽ ഏറെ ഉണ്ടായിട്ടുണ്ട്. ചിലർ അവരുടെ അവസ്ഥകൾ പറയുമ്പോൾ പൈസ വാങ്ങാതെ ഞാൻ പാടിക്കൊടുത്തിട്ടുമുണ്ട്. ഇന്ത്യക്ക് പുറത്തുള്ള ചില പരിപാടികൾക്ക് പങ്കെടുത്തതിന്റെ അടക്കം പൈസ കിട്ടാതിരുന്ന അവസ്ഥകളും എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് കരുതി ദേഷ്യം വരുന്ന ആളല്ല ഞാനെന്നാണ് മധു പറയുന്നത്. പക്ഷെ ദേഷ്യം വന്നാൽ നല്ലതുപോലെ വരികയും കുറച്ചു സമയം കൊണ്ട് അത് മാറുകയും ചെയ്യുന്ന പ്രകൃതമാണ് എനിക്ക്. എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന പ്രകൃതം ആയതുകൊണ്ട് അത്യാവശ്യം നല്ല പണികളും ജീവിതത്തിൽ വന്നിട്ടുണ്ടെന്ന് ഗായകൻ പറയുന്നു. ഇതിനിടയിൽ മദ്രാസിലെ വീട് തിരികെ കിട്ടിയോ എന്ന അവതാരകന്റെ ചോദ്യത്തിന് അതിനെപ്പറ്റിയും താരം വ്യക്തമാക്കി. മദ്രാസിൽ ഉണ്ടായിരുന്ന വീട് സൗഹൃദം സ്ഥാപിച്ച് കൂടെ കൂടിയ വ്യക്തി അടിച്ചു മാറ്റിയതിനെ പറ്റി ഗായകൻ മുൻപും പറഞ്ഞിരുന്നു. ആ വീട് തിരിച്ചു കിട്ടിയോ എന്ന് ചോദിച്ചാൽ അത് നടൻ കരുണാസ് വാങ്ങി. ഡോക്യുമെന്റ്സ് ഒക്കെ എന്റെ അടുത്ത് തന്നെയാണ്. എന്നാൽ മാസത്തിലെ അടവൊക്കെ അടയ്ക്കുന്നത് അദ്ദേഹമാണ്. അദ്ദേഹം വാങ്ങിക്കാമെന്ന് ഏറ്റെടുത്തുകൊണ്ടാണ് ഗുണ്ടകളിൽ നിന്നും ആ വീട് തിരിച്ചു കിട്ടിയതെന്നും താരം പറയുന്നു. മാത്രമല്ല അമേരിക്കയിൽ ഇതുവരെയും തനിക്ക് പോകാനായിട്ടില്ലെന്നും അതും എനിക്ക് കിട്ടിയ പണികളിൽ ഒന്നാണെന്നും താരം കൂട്ടിച്ചേർത്തു. ഞാൻ വിശ്വസിച്ചവർ തന്ന പണിയാണത്. ഇഷ്ടം പോലെ പരിപാടികൾക്ക് എന്നെ അങ്ങോട്ട് വിളിക്കാറുണ്ട്. പക്ഷേ വിസയ്ക്ക് ശ്രമിച്ചാൽ കിട്ടില്ല. ഞാൻ വിശ്വസിച്ച് കൂടെ നിർത്തിയ ഒരാൾ എനിക്ക് തന്ന നല്ല പണിയാണത്. ഒരുതരം മനുഷ്യക്കടത്ത് ആയിരുന്നു അത്. അമേരിക്ക ഒഴികെ ബാക്കി എല്ലാ രാജ്യങ്ങളിലും പോയിട്ടുണ്ട്. ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ പണികൾ ഇത് രണ്ടുമെന്നാണ് മധു ബാലകൃഷ്ണൻ പറയുന്നത്. നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത്. മികച്ച ഒരു ഗായകനായിട്ട് പോലും അർഹിച്ചൊരു അംഗീകാരം മധുവിന് കിട്ടിയിട്ടില്ല. ഇതുപോലെ ആരെയും വഞ്ചിക്കാനോ ചതിക്കാനോ ഒന്നും മനസ്സില്ലാത്തത് കൊണ്ടാകും ആരെയും വെട്ടിവീഴ്ത്തി ഉയരങ്ങളിൽ എത്താൻ കഴിയാതിരുന്നത്. സ്റ്റേജ് ഷോയിലൊക്കെ പാടുന്നത് കേട്ടാൽ രോമം എഴുന്നേറ്റ് നിൽക്കും. യേശുദാസിനേക്കാൾ എനിക്കിഷ്ടം ഇദ്ദേഹത്തോടാണ് എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.